നിറം എന്ന് പറയുന്ന പോലെ തന്നെ സ്ത്രീ എന്ന തരത്തിലുള്ള ഒരു താരതമ്യപ്പെടുത്തലുകളോ അത്തരത്തിൽ ആറ്റിറ്റ്യൂഡുകളോ ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ 7 മാസം? ഇപ്പോൾ ഒരു ചെറുപ്പക്കാരിയായിട്ടോ ഓഫീസറായിട്ട് കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രയാസം കേട്ടോ. അത് അപ്പം നമ്മൾ ഫീൽഡിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. പക്ഷേ ഫീൽഡിൽ ഒറ്റയ്ക്ക് നമ്മൾ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റമാണല്ലോ. ഈ സിസ്റ്റം നമ്മളെ കാണുന്നത് ആ കൊച്ചു പെണ്ണ് ഓഫീസർ എന്നുള്ള രീതിക്കല്ല. ഈ കൊച്ചു ചെക്കൻ എന്ന് പറഞ്ഞിട്ട് ഓഫീസറിനെ കാണില്ല. പക്ഷെ കൊച്ചു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ലേഡി ഓഫീസറിനെ എന്തായാലും കാണും. ആൻഡ് അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളുടെ അടുത്ത് ഇപ്പം നമ്മൾ നിയന്ത്രിക്കുകയോ ഇപ്പം റെഗുലേറ്റ് ചെയ്യുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഒട്ടും സ്വീകാര്യമല്ല. ആൻഡ് നമ്മളുടെ അടുത്തുള്ള റെസ്പോൺസ് പലപ്പോഴും അഗ്രസീവും വളരെ ഇതും കൂടിയാണ്. അപ്പോൾ അതൊക്കെ നാവിഗേറ്റ് ചെയ്ത് വന്നിട്ട് തന്നെയാണ് എല്ലാ വനിതാ ഓഫീസേഴ്സും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓഫീസിനകത്തുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ കയറിയ സമയത്തുള്ള ഒരു കേരളം അല്ലെങ്കിൽ ഒരു ചുറ്റുപാടല്ല ഇപ്പോൾ. ഇന്ന് ഈ കാര്യങ്ങൾ കുറേ കൂടി ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള കുറേ ശബ്ദങ്ങളുണ്ട്. ഈ നിറം എന്ന് പറഞ്ഞപ്പോൾ പല തരത്തിൽ നിറം പറയുമ്പോൾ ഈ കറുപ്പ് എന്നുള്ള നിറത്തെ സ്ത്രീയോട് കൂടിയാണ് റിലേറ്റ് ചെയ്ത് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ പുരുഷനോട് പറയുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മറ്റെന്തോ തരത്തിൽ കാണുന്നത് അത് സ്ത്രീ ആകുമ്പോൾ സ്ത്രീക്ക് കറുപ്പ് ഒട്ടും അങ്ങനെ ഒരു നോഷൻ കൂടെ ഈ സമൂഹത്തിലില്ലേ? പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണോ? സ്ത്രീകൾ തന്നെയാണ് കുറേ കൂടി നീറ്റിലോടെ ഇത് അനുഭവിക്കുന്നത്. മറ്റത് നമ്മളത് കടന്നു പോകുന്നു. കാരണം ഈ പുരുഷ സൗന്ദര്യം ഇത് വരുമ്പോഴത്തേക്കും ഒരു കൗണ്ടർ നാരറ്റീവ് ഉണ്ട്. നമ്മൾ അത് സായിപ്പിൻ്റെ നാരറ്റീവാണ് എങ്കിലും നമ്മളത് ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ് ടോൾ ഡാർക്ക് ആൻഡ് ഹാൻസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോൾനെസ് ആണ് പലപ്പോഴും ടോൾനെസ് ആയിരിക്കും ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഇത് കാണുക. ഡാർക്ക് അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ ഡാർക്കും ഹാൻസമാണേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡാർക്ക് ആൻഡ് പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും ഒരുമിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല.